അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 10:46. എന്താണ് അതിന്റെ ഹെഡിങ് എന്നറിയാവോ? ഈശോ അന്ധനായ ഒരു യാചകന്റെ കണ്ണ് സുഖമാക്കി കൊടുക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണാതെ മനസ്സിലായി. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം. ഇങ്ങനെ നിങ്ങളൊന്ന് കേട്ടു നോക്കുകയെ, ഒരു ഭിക്ഷക്കാരന്റെ പേരെന്തിനാ ഇത്രയും നല്ല വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? അതൊരു ഭയങ്കര അത്ഭുതമല്ലേ? അന്നത്തെ കാലത്ത് ഭിക്ഷയെടുക്കുന്നവന്റെ ഒരു പേര് ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുക. എത്രയോ ഡോക്ടറേറ്റ് ഉള്ള പഠിത്തമുള്ള വൈദികര് ദൈവശാസ്ത്രജ്ഞന്മാരും ഇരുന്ന് ആലോചിച്ചിട്ടും ഈ ഭിക്ഷക്കാരന്റെ പേര് അവിടെ നിന്ന് എടുത്തു കളഞ്ഞിട്ടുമില്ല. ഇയാളുടെ പണി ഭിക്ഷയെടുക്കലാണ്. പക്ഷേ ബൈബിളിൽ ആ വ്യക്തിയുടെ പേര് ഇതിന്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നു. പേരെന്താണ്? ബർത്തേമ്യൂസ്. ആലപ്പുഴക്കാർക്ക് വരെ അറിയാം അയാളുടെ പേര്. 2018 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ പേര് ഇന്ന് ജീവിക്കുന്ന നിങ്ങൾക്ക് പോലും അറിയാമെങ്കിൽ എന്തോ ഒരു കാരണമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ചു കേട്ടാൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം കൂടും, പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്ക് കൂടും, പ്രാർത്ഥിക്കാനുള്ള ഒരു ആവശ്യകത നമ്മൾ മനസ്സിലാക്കും. അതായത് ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈശോ നടന്നു പോകുമ്പോൾ വഴിയരികിൽ ഭിക്ഷയെടുത്തുകൊണ്ടിരുന്ന ഒരു യാചകൻ ആരോ പറഞ്ഞ് അറിഞ്ഞു യേശു ഇതിലെ കടന്നു പോകുന്നു എന്ന്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഉടനെ ഈ വ്യക്തി ഈശോയാണെന്നറിഞ്ഞപ്പം മുതൽ അവിടെ ഇരുന്നോണ്ട് വിളിക്കുവാണ് യേശുവേ എന്ന്. യേശുവേ എന്ന് വിളിച്ചു. വിളിച്ചപ്പം ഈശോയാണോ വിളി കേട്ടത്, അതോ അവിടെയുള്ള ആളുകൾ പ്രതികരിക്കുവാണോ ചെയ്തേ? വഴിയരികിൽ ഇരിക്കുന്ന ഒരാൾ യേശുവേന്ന് വിളിച്ചപ്പം ഈശോയോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടെ അവന്റെ എതിരെ തിരിഞ്ഞിട്ട് അവന്റെ വാ അടപ്പിക്കാൻ നോക്കി. ഇന്നും അങ്ങനെയാണ്. എന്നും പ്രാർത്ഥിക്കുന്ന ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എല്ലാരും കുതിര കയറുന്ന അയാളുടെ പുറത്തേക്കായിരിക്കും. എല്ലാം കളിച്ച് കെണിച്ച് അവന്റെ തലയിൽ വെക്കും. നമ്മുടെ എല്ലാം പരിശ്രമം അയാളുടെ പ്രാർത്ഥന എങ്ങനെ ഇല്ലാതാക്കാം, അയാളെ എങ്ങനെ ശാസിക്കാം, ഇതുപോലെ ചിന്തിച്ച ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവര് ചോദിക്കണം, മിണ്ടാതിരിക്കാൻ പറഞ്ഞു അവരോട്. ഇവർക്ക് എന്നാ ഛേദം? അയാൾ അവരെ അല്ലല്ലോ വിളിച്ചത്, യേശുവിനെ അല്ല വിളിച്ചത്. ഇനി എന്നെ സ്വാധീനിച്ചൊരു കാര്യം പറയട്ടെ. ഈശോ ഒരിക്കൽ പോലും പറഞ്ഞില്ല മിണ്ടാതിരിക്കടാ അവിടെ, നീ എന്തിനാ ഒച്ച വെക്കുന്നേ? ഈശോ പറഞ്ഞില്ല. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഈശോ പ്രാർത്ഥിക്കുന്നതിന് സപ്പോർട്ടാണ്. ഹല്ലേലൂയ. ഒന്നും കൂടെ കേട്ടെ. ഈശോ പ്രാർത്ഥിക്കുന്നവരെ ഈശോ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അവരെ ഒരിക്കലും തളർത്തില്ല, മിണ്ടാതിരിക്കാൻ പറയില്ല. മനുഷ്യര് തളർത്തും. ഇത് നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരോ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരോ ഒക്കെ ഈ ദൈവവചനം കേൾക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ പറയും, നിങ്ങളുടെ അയൽവാസികൾ പറയും, നിങ്ങളുടെ പള്ളിക്കാർ ചിലപ്പോൾ പറയും, നിങ്ങളുടെ പഞ്ചായത്തിലുള്ളവർ പറയും, നിങ്ങളുടെ ഒരു പ്രാർത്ഥന എവിടെ എപ്പോഴും ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഓടുന്നേ. നമ്മുടെ വായ അടപ്പിക്കാൻ നോക്കും. ഇവിടെ ഈ വ്യക്തി ഇവര് പറഞ്ഞ കേട്ടിട്ട് പ്രാർത്ഥന നിർത്തിയായിരുന്നെങ്കിൽ വല്ല അത്ഭുതം നടക്കുമായിരുന്നോ ഇല്ലയോ? ആദ്യം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു മിണ്ടാതിരിക്കാൻ. ഇവരുടെ അഭിപ്രായം കേട്ടിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നിർത്തിയാൽ ഒരു കാര്യം ആത്മാവിൽ പ്രവചിക്കുന്നു, മനുഷ്യരുടെ വാക്ക് കേട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. നോക്കിക്കേ, ഈ വ്യക്തി കുറച്ചുകൂടെ. അപ്പൊ ഈ രണ്ടാമത് വിളിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇച്ചിരി തൊലിക്കട്ടിയുള്ളവരാണ്, പിന്നെ തൊലിക്കട്ടിയുള്ളവരെ അങ്ങനെ ചെയ്യുള്ളൂ. ഒരാൾ കുറെ പേര് നമ്മളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ അന്നേരം പിന്നെ മിണ്ടാതിരിക്കും. ഈ മനുഷ്യനുണ്ടല്ലോ, രണ്ടാമത് വിളിക്കുമ്പോ കുറച്ചുകൂടെ ഒച്ചത്തിലാ വിളിച്ചേ. ഹല്ലേലൂയ. ഈ രണ്ടാമത് വിളിച്ചത്
ഒന്നാമത് പറഞ്ഞപ്പോ തന്നെ മിണ്ടാതായിരുന്നാൽ ഉറപ്പായിരുന്നു ഇയാൾക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലെന്ന്. പക്ഷെ രണ്ടാമത് വിളിച്ചപ്പം കൂടുതൽ ഒച്ചത്തിൽ വിളിക്കാനുള്ള കാരണം അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ദൈവം എന്നെ രക്ഷിക്കുമെന്ന ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജനുവരി 26-ാം തീയതി ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ ഉറപ്പ് കുറെ പേർക്ക് കുറവായിരിക്കും. വലിയ ഉറപ്പൊന്നും ഉണ്ടായിരിക്കത്തില്ല, എന്നാലും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ നല്ല ഒരു ഉറപ്പ് വേണം, എന്റെ ദൈവം എന്നെ സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഈശോ രണ്ടാമത് വിളിച്ചു. വീണ്ടും അവൻ കൂടുതൽ ഒച്ചത്തിൽ വിളിച്ചപ്പം എങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിനകത്ത് അഡ്ജക്റ്റീവ് ഉണ്ട്. ഈശോ നിന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, അവിടെ ഒരു അഡ്ജക്റ്റീവ് ഇട്ടിട്ടുണ്ട്. എന്താ അഡ്ജക്റ്റീവ്? ഈശോ പെട്ടെന്ന്. ഹല്ലേലൂയ. അതെന്തിനാ പെട്ടെന്ന്? സഡൻ ബ്രേക്ക് ഇടുമ്പോഴാ വണ്ടി പെട്ടെന്ന് നിൽക്കുന്നത്. പെട്ടെന്ന് നിന്നു. എന്തുകൊണ്ടാ? ഈശോ എവിടെയാ നിന്നത്? ഈശോ എവിടെയാ നിന്നത്? അന്നത്തെ ഏറ്റവും വലിയൊരു പണക്കാരന്റെ വീട് അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ വീടിന്റെ കൃത്യം മുമ്പിലെത്തിയപ്പോൾ ഈശോ പെട്ടെന്ന് നിന്നു എന്ന് എഴുതിയിട്ടില്ല. അതിലെ കടന്നു പോയപ്പോൾ അവിടുത്തെ രാജാവ് അതിലെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അവന്റെ മുമ്പിൽ ഈശോ നിന്നു എന്ന് എഴുതിയിട്ടില്ല. ഈശോ ഒരു പണക്കാരന്റെ മുമ്പിലല്ല നിന്നത്, ഒരു വലിയ എഡ്യൂക്കേഷൻ ഉള്ള ഒരാളുടെ മുമ്പിലല്ല, സ്വാധീനമുള്ള ഒരാളുടെ മുമ്പിലല്ല. ഈശോ നിന്നത് പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി വളരെ ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഈശോ നിന്ന് കാണിച്ചു അന്ന്. അതിന്റെ അർത്ഥം എന്നാ? ഇന്നും നമ്മൾ ഹൃദയം നുറുങ്ങി വിളിച്ചാൽ ഇതേ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിലും നിൽക്കും എന്നല്ലേ? ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഈശോ നിൽക്കും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ദൈവം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദൈവവചനം പറയാനുള്ള ശക്തി കിട്ടിയത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന വണ്ണം ദൈവം നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം നിന്നു, ദൈവം നിൽക്കും. അന്നൊരു പ്രാവശ്യം അല്ല നിന്നെ, ഇനിയും 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 നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയത്തിന്റെ മുമ്പിൽ ഈ ദൈവം നിൽക്കും. എന്നിട്ട് നിന്നിട്ട് ചോദിച്ചേനാ നോക്കിക്കേ. ഈശോ പറയൊരു കാര്യമാണ്, അവനെ വിളിക്കാൻ പറഞ്ഞു. അവൻ ഓടി വന്നിട്ട് അവനോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈശോ നിന്റെ ആഗ്രഹം എന്നാ? നിനക്കു വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ഉള്ളിൽ എന്തേറെ ആഗ്രഹങ്ങളാ. ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരണമെങ്കിൽ എന്തു വേണം? എന്തു വേണം? പ്രയർ. ഹല്ലേലൂയ. ഇവിടെ ഏത് ആഗ്രഹമാ സാധിച്ചു കിട്ടിയേ? ഒരു പ്ലസ് ഉണ്ടായിരുന്നു. ആഗ്രഹം മാത്രമല്ല, അതിനോടൊരു പ്ലസ് ഇട്ടിട്ടൊരു ആഗ്രഹമാണ്. അതിന്റെ ഒരു പ്രത്യേകതയാണ് പ്രാർത്ഥിക്കുന്നവന്റെ ഒരു ആഗ്രഹം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനൊരു വിലയുണ്ടാകും. ദൈവം നിങ്ങളോട് ചോദിക്കും, നിന്റെ ഏതാഗ്രഹം? ഇപ്പോൾ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏത് ആഗ്രഹത്തിന്റെ മേലാ ദൈവം ഇടപെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മക്കൾക്ക് ഒരു നല്ല ജോലിയായിരിക്കും. ഇത് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതിന്റെ തൊട്ട് പുറകിൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രയറും കൂടെ വരുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹത്തെ ദൈവം ഏറ്റെടുക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നോക്കിക്കേ, ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈശോയോട് കൂടി എന്തേറെ ആൾക്കാരുണ്ടായിരുന്നു? കുറെ പേരുണ്ട്. ആരോടും ചോദിച്ചില്ലല്ലോ നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചോ? ഈശോയോട് കൂടെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. ഈശോ അവിടെ നിന്നിട്ട് ഇവിടെ ഇരിക്കുന്ന വേറെ ആർക്കെങ്കിലും എന്തേലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ഒറ്റയാളോടെ ഈശോ ചോദിച്ചുള്ളൂ, നിന്റെ ആഗ്രഹം എന്നാണെന്ന്. ഈശോ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല. നിങ്ങളുടെ ആഗ്രഹം എന്നാ? നിങ്ങളുടെ ആഗ്രഹം എന്നാ? ബൈബിൾ പരിശോധിച്ച് നോക്കിക്കോ. ഈശോ ഒരേ ഒരാളോടെ ചോദിച്ചുള്ളൂ. പ്രാർത്ഥിക്കുന്ന അവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്നാന്ന്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹത്തെ ദൈവം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത്? പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രാർത്ഥന ദൈവം കേട്ടു എന്റെ. അപ്പൊ ഞാനിത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ശരിക്കും കണ്ടതാ ദൈവം മുഖം നോക്കുന്ന ആളല്ലെന്ന്.
ഞാൻ വിചാരിച്ചു ദൈവം നല്ല സാമ്പത്തികമുള്ള ഒരാളുടെ പ്രാർത്ഥന മാത്രമേ കേൾക്കൂന്ന്. ഞാൻ വിചാരിച്ചു ദൈവം നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾക്കാരുടെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുമെന്ന്. ദൈവത്തിന് മാത്രം മുഖം നോട്ടമില്ല. മനുഷ്യൻ മുഖം നോക്കും, അവൻ ഇങ്ങനത്തോനാ, അവരുടെ വീട് ഇങ്ങനെയാ, ആ ഒരു പണ്ടേ ഇങ്ങനെയാ, തലമുറകളായിട്ട് ഇങ്ങനെയാ, അത് മനുഷ്യന്റെയാ. ദൈവത്തിനോ? ഞാനൊരു പള്ളിയിൽ ഇങ്ങനെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ. അപ്പോൾ ആ വികാരി അച്ഛന് ഭയങ്കര ശ്രദ്ധയാണ്, എല്ലാവരും ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടോന്ന്. അപ്പോൾ ഒരു കൈക്കാരൻ വന്നിട്ട് പറയാ, പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആള്, അയാളോട് അച്ഛൻ ചോദിക്കും എന്റെ മുമ്പിൽ നിന്ന്, നമ്മുടെ ആ ചേട്ടനും അവരാരും വന്നില്ലല്ലോ. അപ്പോൾ ആ കൈക്കാരൻ പറയുക, അയാള് വന്നില്ലേ വരണ്ട അച്ഛൻ, അയാൾ വരാതിരിക്കുക നല്ലതെന്ന്. അടുത്ത വാക്ക്, അയാൾ വരാതിരിക്കട്ടെ അച്ഛൻ. ഇത്രയും 3 വാക്ക് പറഞ്ഞു. അതാരുടെ ചിന്തയാ? ദൈവം എന്നാ പറഞ്ഞേ? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ ബാക്കി 99 അവിടെ വിട്ടിട്ട് ആ ഒരെണ്ണത്തെ തപ്പിപ്പോവും. ഈശോ എന്നാ പറഞ്ഞേ? 99 എണ്ണം ഉണ്ടല്ലോ, ആ ഒരെണ്ണം പോവാണെ അങ്ങ് പോട്ടെ. ഇപ്പൊ ഒരെണ്ണം ഇല്ലേ എന്നാ പ്രശ്നം? ഒരു 3000 രൂപയുടെ നഷ്ടമല്ലേ വരുള്ളൂ. ഈശോ ഒരെണ്ണം പോയാ പോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ. ഈശോ എന്നെ പറഞ്ഞിട്ടുള്ളൂ, ആ ഒരെണ്ണത്തെ ഓർത്തെന്ന് എഴുതിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് മുഖം നോട്ടമില്ല. പ്രാർത്ഥിക്കുന്നവൻ ആരായാലും അവന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ ക്രിസ്ത്യാനികൾ കുറെ കൂടി അളവിൽ പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം ഇന്ന് ഭയങ്കര പ്രത്യേക ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എന്നാ? നമുക്കാകെ 2 മക്കളെ ഉള്ളൂ. ആ 2 മക്കളെ ഓർത്ത് മാതാപിതാക്കൾക്ക് പേടിയാ. മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള പേടിയല്ല, ഇത് രണ്ടും വിശ്വാസത്തിൽ നാളെ നിലനിൽക്കുവാവോ. ആകെ 2 ഉള്ളൂ, 2 കുറിച്ചും പേടിയാ. വേറൊരു കൂട്ടർക്ക് 10 മക്കളാണ്, 10 മക്കളെ കുറിച്ചും പേടിയില്ല, ഉറപ്പാണ് അവിടെ നിൽക്കുന്നത്. നമുക്കാകെ 2 ഉള്ളൂ, അത് 2ഉം നമുക്ക് പേടിയാ. ഇപ്പൊ ഉള്ളിലൊരു ഭയവാ. 2 മക്കളെ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മൾ, ഈശോ പണ്ടേ പറഞ്ഞായിരുന്നു, നിങ്ങൾ ആരും എന്നെ ഓർത്ത് കരയണ്ട. പിന്നെയോ, നിങ്ങൾ എന്നെ അടിച്ചു ഇടിച്ചു തുപ്പി എന്നെ കുരിശെ കയറ്റി, ഇതൊന്നും നിങ്ങൾ കരയണ്ട, കരയാൻ നിൽക്കണ്ട. പിന്നെയോ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയണം. അതല്ലേ ശരിക്കും ഇത് നടക്കുന്നേ. ഇന്ന് ശരിക്കും മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാ, ഭയമാ. ബാംഗ്ലൂര് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനെ കുറിച്ച് അമ്മ പറയുക, ഒരമ്മ പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറയട്ടെ വെച്ചാ, മകൻ വല്ല ആക്സിഡന്റ് ആയി മരിച്ചാ മതിയായിരുന്നു. ഒരമ്മ മകൻ മരിച്ചാ മതി എന്ന് പറയണമെങ്കിൽ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ചോദിച്ചു, ചേച്ചി നിങ്ങൾ അങ്ങനെ പറയുന്നത് എങ്ങനെയാ? ഇപ്പം പറയണം, അവൻ വീട്ടിൽ വരുമ്പോ പേടിയാ, ഭയമാ. ലോകത്തിൽ ഒരമ്മയും പറഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ. പക്ഷെ ഞാൻ പറയും, അവൻ മരിച്ചാ മതിയായിരുന്നു. നാളെ ഒരു സമയത്ത് ഇവന് കല്യാണം ആലോചിച്ച് ഏതോ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീരെന്റെ വീട്ടിൽ വീഴാതിരിക്കാൻ ഈ അമ്മ പ്രാർത്ഥിക്കുവാണ്, മരിച്ചാ മതിയെന്ന്. അതാണ് മക്കളെ ഓർത്തുള്ള ലോകം. ഈയിടയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 20 വയസ്സോളം പ്രായമുള്ള ഒരു കൊച്ചു മരിച്ചു. മരിച്ചപ്പോ എല്ലാരും പറഞ്ഞു, ഓ മരിച്ചത് നന്നായി കേട്ടോ. ഞാൻ വിചാരിച്ചു, എന്നെ ഇത്ര ചെറുപ്പം ഇവര് ഇതിങ്ങനെ പറയുന്നേ. കഞ്ചാവായിരുന്നച്ചാ, എല്ലാത്തിനെയും കഞ്ചാവ് കൊടുത്ത് ഇവൻ കഞ്ചാവിനെ അടിമയാക്കി മരിച്ചത് നന്നായി എന്ന് പറഞ്ഞു. ആ ചരിത്രം അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. 3 മക്കളുള്ള കുടുംബം, 3 ആൺപിള്ളേര്. മൂത്ത മകന് 17 വയസ്സായപ്പോൾ അവൻ വീട്ടിൽ കിടന്ന് ബഹളമാണ്, ഫോൺ വേണം, ഫോൺ വേണം, ഫോൺ വേണം. അങ്ങനെ ഫോൺ മേടിച്ചു. അപ്പനും അമ്മയും കൂലിപ്പണിക്കാരാണ്. ഫോൺ മേടിച്ചു കൊടുത്തു. തൽക്കാലത്തേക്ക് പ്രശ്നമൊക്കെ സോൾവ് ആയി. കുറച്ചു കഴിഞ്ഞ് +1 കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ബൈക്ക് വേണം അമ്മ, ബൈക്ക് വേണം. അപ്പൊ ഇവനോട് ചോദിച്ചു, എടാ ബൈക്കിനൊക്കെ ഭയങ്കര പൈസയല്ലേ, ഇപ്പൊ ബൈക്ക് ഇപ്പം നിനക്കതിന് 18 വയസ്സാകുന്നേ ഉള്ളൂ, ലൈസൻസ് ഇല്ല, അമ്മ ബൈക്ക് വേണം. ഇവൻ എന്നിട്ട് ഒരു ഓഫറുമായിട്ട് വന്നു, അമ്മ ഇന്ന സ്ഥലത്ത് ഒരു ബൈക്ക് വിൽക്കാനുണ്ട്, 8000 രൂപ കൊടുത്താൽ മതി, ഫോൺ മേടിച്ച പൈസ വേണ്ടു.
അപ്പോൾ അപ്പൻ ചോദിച്ചേടാ 8,000 രൂപയ്ക്ക് ബൈക്ക് വല്ലതും കിട്ടുമോടാ എവിടെയും? അമ്മ കിട്ടും, അമ്മ പൈസ തന്നാൽ ബൈക്ക് ഇവിടെ വരും. ബൈക്കിന്റെ വില 38,000. 8,000 രൂപ കൊടുത്താൽ 30,000 ലോണിന് വായ്പ പലിശക്ക് എടുത്തിട്ട് ഇവൻ ബൈക്ക് മേടിച്ചു. വീട്ടിലെ പാവപ്പെട്ട അപ്പനും അമ്മയും ഓർത്തു 8,000 രൂപയ്ക്ക് ബൈക്ക്, അത് കാഴ്ചക്ക് നല്ല വണ്ടി, 8,000 രൂപയ്ക്ക് ഇത്രയും നല്ല ബൈക്ക് കിട്ടുമോ? അവര് പാവങ്ങൾ അത് വിശ്വസിച്ചു. ബൈക്ക് കുറച്ചു നാൾ ഓടിച്ചുകൊണ്ടിരുന്ന് ഒരു കൂട്ടുകാരനുമായി ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവാണ്. ബൈക്ക് തട്ടി ആക്സിഡന്റ് ആയി. ഈ പുറകിലിരുന്ന ആള് മറിഞ്ഞ് മരിച്ചില്ല, നടു പൊട്ടിപ്പോയി. ഇന്നും തളർന്നു കിടക്കുക. ഇവനും ബോധം തെളിഞ്ഞത് പിറ്റേ ദിവസം. ഇവന്റെ തൊണ്ണേന്ന് 3 പാക്കറ്റോളം ഹാൻസ് പോലുള്ള മയക്കുമരുന്നാണ് ഡോക്ടർ എടുത്തത്. അപ്പൊ ഇവന്റെ തൊണ്ണേന്ന്, അതതിന്റെ അർത്ഥം ഇവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇവൻ ലഹരിയിലായിരുന്നു എന്നാണ്. കുറച്ചു നാൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീണ്ടും ഇതുപോലെ ആക്സിഡന്റ് ആയി. ഇവൻ ആശുപത്രി കിടക്കുമ്പോൾ മരിച്ചു പോകുമെന്ന് ഉറപ്പായി. അപ്പോൾ ആ വ്യക്തിയുടെ അണിവിരൽ, ഈ വിരൽ മാത്രമേ അനങ്ങുന്നുള്ളായിരുന്നു, വേറെ ഒരു അവയവവും അനങ്ങത്തില്ല. ഈ കൊച്ചു മരിച്ചു. മരിച്ച സമയത്ത് ബോഡി എടുക്കാൻ വേണ്ടി വന്നത് ആരാന്നറിയോ? സാധാരണ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരാണ് ഈ പെട്ടി എടുക്കുന്നത്. ആ സമയമായപ്പോ കുറച്ച് പിള്ളേർ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഈ പെട്ടിയിലോട്ട് കൈവച്ചപ്പം അച്ഛൻ, വികാരി അച്ഛൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വന്നവരാ പിള്ളേരെ ചോദിച്ചു. നിങ്ങൾ മാറിയിരിക്കാൻ പറഞ്ഞു. ഇവർ വന്നവര് മുഴുവൻ സാത്താൻ സേവക്കാര്, പിശാചിനെ ആരാധിക്കുന്ന ഇവന്റെ സുഹൃത്തുക്കളാണ് പെട്ടിയെടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ ആൾക്കാർ അന്നേരം ഈ പിള്ളേർ, ഇവിടുന്ന് ഈ പിള്ളേരെല്ലാം കൂടെ വന്നതെന്ന് ചിന്തിച്ച്, അപ്പോൾ ഇവരെയൊക്കെ മാറ്റി വിട്ടിട്ട് ബോഡി, ഇവന് ശവസംസ്കാരം കഴിഞ്ഞ് 41 കഴിഞ്ഞ് വീട്ടിലായിരിക്കുമ്പോ വീട്ടിൽ ഗുണ്ടകൾ വന്നു. വീട്ടിൽ ഗുണ്ടകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പൈസ ഇവൻ പലിശയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പൈസ തരണം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് പേടിപ്പിച്ചു. അപ്പോഴാണ് അപ്പനും അമ്മയും അറിയുന്നത് പൈസ വായ്പ മേടിച്ച് പലിശയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യത്തെ അടവേ ഇവർ അടച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ അപ്പൻ വിചാരിച്ചു, ഇവൻ എങ്ങനെ 2 പ്രാവശ്യത്തെ അടവടച്ചു? അതറിയാൻ വേണ്ടി ഈ അപ്പൻ ഇവൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ചെന്നപ്പോ സാറ് ചോദിച്ചു, ഓ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇവിടെ, ഇപ്പോഴെങ്കിലും നിങ്ങൾ സ്കൂളിൽ വന്നല്ലോ. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ മരിച്ചത് കൊണ്ട് ഞങ്ങളുടെ സ്കൂളിന് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. മരിച്ച് 41 കഴിഞ്ഞ് അധികം ഈ മരിച്ചതിന്റെ ദുഃഖം മാറാത്ത അപ്പച്ചനോട് പറയുകയാണ്, അപ്പോഴാണ് സാറ് പറയുന്നത്, നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു സഹോദര? നിങ്ങളുടെ മകൻ ഒരു ഫോൺ വെച്ച് അതിനകത്ത് ബ്ലൂ ഫിലിംസ് എടുത്തോണ്ട് വന്നിട്ട് ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്ക് ഇത് പൈസയ്ക്ക് വിറ്റോണ്ടിരിക്കുമായിരുന്നു ഇവന്റെ പണി. നിങ്ങളെ ഞാനൊന്ന് വിളിച്ച് ഈ സ്കൂളിൽ കൊണ്ടുവന്ന് നിർത്തണമെന്നും പലവട്ടം ആഗ്രഹിച്ച് നിങ്ങളെ അന്വേഷിച്ചപ്പോഴും നിങ്ങളെ സ്കൂളിൽ കണ്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ സ്കൂൾ ഇവൻ നശിപ്പിച്ചേനെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മരിച്ചതിൽ സ്കൂളിന് ഒരുപാട് സന്തോഷമുണ്ട്, കുറെ പിള്ളേർ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, എങ്ങനെയാ പറഞ്ഞെന്നറിയോ? അച്ഛാ, ഒരു 2 കൊന്ത വെഞ്ചരിച്ചതാ. ഞാൻ ഈ കൂലിപ്പണിയായിട്ട് നടക്കുന്ന ആളാ. എന്റെ മക്കൾ 2 എണ്ണം കൂടി ഉണ്ട്, ഇനി ഒരെണ്ണേ പോയിട്ടുള്ളൂ. ഇതും മൂത്തവന്റെ വഴിയെ പോകാതിരിക്കാൻ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ മക്കൾക്ക് പൈസ മാത്രം കൊടുത്താൽ പോരാ, എന്റെ മക്കൾക്ക് ഫുഡ് മാത്രം കൊടുത്താൽ പോരാ, കിട്ടേണ്ട അളവിൽ കിട്ടേണ്ട പ്രാർത്ഥന കൂടി കൊടുത്തില്ലെങ്കിൽ ഈ ലോകത്തിൽ വീണ് തകർന്നു പോകൂന്ന് എനിക്കറിയാന്ന്. ഒന്നും കൂടെ പറയാം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കള് ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം എന്നുള്ള മാത്രം പ്രാർത്ഥന പോരാ, അവർക്ക് കിട്ടേണ്ട അളവിൽ ഒരു പ്രാർത്ഥന കൂടി കൊടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. എത്ര പേര് നിങ്ങൾ കൊടുക്കുന്നുണ്ട്? കിട്ടേണ്ട അളവിൽ ഒരു പ്രാർത്ഥന, ഒരു ചടങ്ങിന് പ്രാർത്ഥന ഉണ്ട്, പക്ഷെ കൊടുക്കേണ്ട രീതിയിൽ, കൊടുക്കേണ്ട അളവിൽ നിങ്ങളുടെ തലമുറകളിലേക്ക് പ്രാർത്ഥന എത്തുന്നില്ല. പ്രാർത്ഥിക്കാൻ കുറച്ചുകൂടെ ഉണരണം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. നിങ്ങൾ മടുത്തോ? ഇടത്തും വലത്തും ഇരിക്കുന്ന ആൾക്കാരുടെ മുഖത്തൊക്കെ നോക്കി സന്തോഷമാണോ? പാകിസ്ഥാൻകാരനെങ്ങാനും വന്നിരിപ്പുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഇടയ്ക്ക് നോക്കണം. അഫ്ഗാനിസ്ഥാൻകാർ വരാൻ സാധ്യതയുണ്ട്, ഉസ്ബെക്കിസ്ഥാൻകാർ വരാൻ സാധ്യതയുണ്ട്, പിന്നെ പാകിസ്ഥാൻകാർ വരാൻ സാധ്യതയുണ്ട്, ചാവേർ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ. നേരെ ഇങ്ങനെ നോക്കി ആ സ്ക്രീനിലേക്ക് മാത്രം നോക്കിയിരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ നന്നായിട്ട് സന്തോഷമുള്ളവരാണ്. പകുതി നമ്മൾ സന്തോഷിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ തീരും കേട്ടോ. ഒരു ഭർത്താവ് പറഞ്ഞു,
എൻ്റെ ഭാര്യയെ ചിരിപ്പിക്കാനായി ഏറ്റവും വോഡോഫോൺ കോമഡി കണ്ടാൽ വരെ അവള് ചിരിക്കത്തില്ല എന്ന് പറയും. ചിരിച്ചാൽ തന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയും. ചിരി നമ്മൾ നന്നായിട്ട് ചിരിച്ചാൽ, ഈ ചിരിക്കാനുള്ള ഒരു മെഷീൻ ആർക്കും മാത്രമേ ഉള്ളൂ? പട്ടിക്കുണ്ടോ? പൂച്ചയ്ക്കുണ്ടോ? പശുവിനുണ്ടോ? ആടിനുണ്ടോ? ഒന്നിനുമില്ല. എന്ത്? ചിരിക്കാൻ പറ്റിയ ഒരു എഞ്ചിൻ ഇവിടെ വച്ചിട്ടില്ല. നമുക്ക് ആ എഞ്ചിൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചിരിക്കാൻ പറ്റുന്നത്. എത്ര തരത്തിലുള്ള ചിരിയുണ്ട്? ആ പലതരത്തിലുള്ള ചിരിയുണ്ട്. കൊലച്ചിരി, ഇവിടെ കൊള്ളുന്ന ചിരി, ഒറ്റ ചിരിക്ക് ഒരാളുടെ അടപ്പ് വരെ തെറിക്കുന്ന ചിരി, പിന്നെ ഇവിടെ പറയാൻ കൊള്ളാത്തൊരു ചിരി, കുറെ ചിരിയുണ്ട്. പക്ഷെ ഒരു ചിരിയെ ചിരിക്കാവുള്ളൂ. ഏത്? ഒരാൾക്ക് സന്തോഷം കിട്ടത്തക്ക വിധത്തിലുള്ള ചിരിയെ ചിരിക്കാവുള്ളൂ. ചില ആൾക്കാർ പറയില്ലേ, 3-4-5 വർഷം മുമ്പ് എന്നെ നോക്കി ആ പുള്ളി ചിരിച്ച ഒരു ചിരി എനിക്ക് ഇപ്പോഴും അങ്ങ് മറക്കാൻ പറ്റുന്നില്ല. അതെന്റെ ചങ്കിക്കൂടെ കേറിയിട്ട് ഇതിലേ കയറി ഇതിലേ അങ്ങ് പോയി. അയ്യോ, അങ്ങനത്തെ ചില ചിരിയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നല്ല ചിരി ചിരിച്ചാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ട് കേട്ടോ. ഞാൻ ഓർക്കും, ഒരു ചേട്ടനോട് പറഞ്ഞു, അച്ഛാ ഞാൻ മരിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ടൗണിൽ അവിടെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഒരു തട്ടുകട വരും. തട്ടുകട അവിടെ ഉണ്ടാക്കുന്ന ഒരു ഇഷ്ടമുള്ളൊരു പലഹാരമാണ് ബോണ്ട. അതിനകത്ത് കിഴങ്ങാണ്. കിഴങ്ങ് പുഴുങ്ങി കറി പോലെ വെച്ചിങ്ങനെ. ഇവിടെ ഉണ്ടോ അത്? ഇവിടെ ഉള്ളേക്കാളും ടേസ്റ്റ് ഉണ്ട്. അവിടെ എപ്പോഴേലും വരുവാണെങ്കിൽ മേടിച്ചു തരാം ആ ബോണ്ട. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ഈ പുള്ളി വളക്കടയിൽ ചെന്നിട്ട് വിഷം മേടിച്ച് മരിക്കാൻ തീരുമാനിച്ച് വിഷക്കുപ്പി മടിയിലുണ്ട്. വിഷം. അപ്പൊ പുള്ളി ഇങ്ങനെ അവിടെ നിന്നപ്പോ എന്തായാലും മരിക്കാൻ പോവല്ലേ, ഒരു ചായയും ഒരു ബോണ്ടയും കഴിച്ചിട്ട് മരിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അയാൾ ഒരു ചായക്കട ചായ ഓർഡർ ചെയ്തു. ഒരു ലൈറ്റ് ചായ വരാൻ പറഞ്ഞു. ബോണ്ട മേടിച്ചപ്പം എന്നിട്ട് അയാൾ വിചാരിച്ചു ആകെ വിഷമത്തിലിരിക്കുക. അപ്പൊ അയാളുടെ മുറ്റത്ത് ഇരിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല. 2-3 ബെഞ്ച് ഇങ്ങനെ കസേരയൊക്കെ ഉള്ളൂ. അപ്പൊ അവിടെ നിന്നോണ്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക ഒറ്റയ്ക്ക്. അപ്പൊ ഉണ്ട് എവിടുന്നോ വന്നൊരു കില്ലപ്പട്ടി ഫ്രണ്ടിൽ വന്ന് അവിടെ ഇരുന്ന് അയാളെ നോക്കിയിരിക്കുക. ഈ പട്ടിയെ കാണാതിരിക്കാൻ വേണ്ടി ഇയാൾ ഈ പട്ടി കൊതി കിട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പൊ ഉണ്ട് ആ പട്ടി അതിലേ പോയി അവിടെ വന്നിട്ട് ഇങ്ങോട്ട് നോക്കി. ഈ പട്ടിയെ കൊണ്ട് ഭയങ്കര ശല്യമായല്ലോ. ഇത് എതിലേ പോയാലും ഈ പട്ടി കുറച്ചു കഴിഞ്ഞപ്പോ ഈ പട്ടി അവിടെ ഇരുന്നോണ്ട് ഈ മരിക്കാൻ പോകുന്ന ആളെ നോക്കിയിട്ട് ഒരു ചിരി. പട്ടി ചിരിക്കുവോ? ആ പട്ടി ചിരിക്കും, കാണിച്ചു തരാം. കില്ലപ്പട്ടിയാണ്, ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിച്ചിട്ടില്ല ആ പട്ടി. പക്ഷെ പട്ടി ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ സ്നേഹം വരുമ്പോ 2 ചെവിയും പരമാവധി നിവർത്തി വെക്കുമ്പോൾ മനുഷ്യര് ചിരിക്കുന്നേക്കാൾ വൃത്തിയായിരിക്കും. നമ്മുടെ മനസ്സങ്ങ് നിറയും. ഈ മനുഷ്യൻ പറയുവാണ്, ഈ പട്ടി കുറെ നേരം എന്നെ നോക്കി നിന്ന സമയത്ത് ഈ പട്ടിക്ക് എന്തേലും ഈ ബോണ്ടയുടെ ശകലം ഇങ്ങനെ ഞുള്ളി എടുത്തിട്ട് എന്നാ പട്ടി എന്ന് പറയാം ഒറ്റ കൊടുത്തു. ഈ പട്ടികളൊക്കെ എന്നാ തിന്നണമെങ്കിൽ ഒന്ന് മണത്ത് നോക്കിയിട്ട് തിന്നുള്ളൂ. ചാടി ഒന്ന് മണത്ത് നോക്കിയിട്ട് തിന്നുന്നതിന് മുമ്പ് ഇയാളെ നോക്കിയിട്ട് ഒരു നല്ല ചിരി. അയാൾ പറയാണ്, എന്റെ മനസ്സിൽ നിന്ന് ആ പട്ടി അങ്ങനെ നോക്കിയപ്പോ തന്നെ എന്റെ ആ മരിക്കണം എന്നുള്ള ചിന്തയും ആ വിഷമമൊക്കെ അങ്ങ് മാഞ്ഞുപോയി. ആര് നോക്കിയപ്പം? ഒരു പട്ടി, കില്ലപ്പട്ടി സ്നേഹത്തോടെ ഒന്ന് നോക്കിയപ്പോ തന്നെ എല്ലാ വിഷമം പോയി. നമ്മൾ ചിലപ്പോ നല്ലതുപോലെ നമ്മൾ വേറൊരാളെ നോക്കുമ്പോ തന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ അങ്ങ് പോകും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച് ഞാനൊരു കാര്യം പറയാം. എന്റെ പ്രാർത്ഥന കേട്ട് ദൈവം നിന്നൊരു കാര്യം പറയാം. ദൈവം പ്രാർത്ഥന കേട്ട് നിൽക്കും. ഞാൻ എൻ്റെ വീട് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല എന്താണ്? അതാണ് ഇവിടെ അടയാളമാണ്. വെട്ടിന്റെ പാട് കണ്ടോ? ആ കണ്ണൂർ ജില്ലയുടെ അടയാളമാണ് വെട്ടിന്റെ പാട്. ആ മുറിഞ്ഞ പല്ല്. അതെങ്ങനെയാ വന്നത്? ഞാൻ നീന്താൻ വേണ്ടി ചാടിയതാണ്. കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ആരോഗ്യം കൂടുതൽ കൊടുത്തു. ഞാൻ വിചാരിച്ചത് ഈ വെള്ളത്തിന് ഇച്ചിരി ആഴമുണ്ടെന്നാ വിചാരിച്ച് ചാടിയപ്പം ആരോഗ്യം കൂടിപ്പോയി. ബ്രേക്ക് കിട്ടിയില്ല, നേരെ പോയി അടിച്ചു. അതാണ് ഈ പാട്. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഞാൻ 6 വർഷം മുമ്പാ വൈദികനാവുന്നത്. 6 വർഷം മുമ്പ് വൈദികനാവുമ്പോൾ എന്റെ പ്രാർത്ഥന കേട്ട് ദൈവവചനം പറയാൻ വേണ്ടി ഞാൻ ഈ അവസ്ഥയിൽ എത്താനുള്ള കാരണം പറയാം. ഞാന് പഠിച്ചിട്ടല്ല എന്ന് പറഞ്ഞാൽ വലിയ പഠിച്ച ഒരു അറിവല്ല നിങ്ങളോട് പറഞ്ഞേ, എക്സ്പീരിയൻസാ പറഞ്ഞേ. അതാണ് ധ്യാനം കൂടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻഫർമേഷൻ അല്ല, ഇൻസ്പിറേഷൻ ആയിരിക്കും. 2 വാക്കിന്റെയും വ്യത്യാസം അറിയാമോ? ധ്യാനം കൂടുമ്പോൾ നമുക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത് ഇൻഫർമേഷൻ ആണ്. ദൈവവചനത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ഇൻസ്പിറേഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രചോദനം. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കവിടെ ഇൻഫർമേഷൻ അധികം കിട്ടത്തില്ല. ഒരു പുസ്തകം വായിച്ചാൽ കുറെ ഇൻഫർമേഷൻ പോയിന്റ് കിട്ടും. ദൈവവചനത്തിലൂടെ നമുക്ക് ഇൻഫർമേഷൻ അല്ല, ഇൻസ്പിറേഷൻ കിട്ടും. ഇൻസ്പിറേഷൻ. ഹല്ലേലൂയ.
അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ എൻ്റെ വൈദികനാകുന്ന സമയം, അപ്പൊ ആ സമയത്ത് എൻ്റെ കുടുംബത്തിൽ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതയും, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ എനിക്ക് ഈ പ്രാർത്ഥനയിലൊന്നും വലിയ വിശ്വാസമൊന്നും ആ കാലഘട്ടത്തിലില്ല. പ്രാർത്ഥനയുണ്ട്, ഞാൻ വലിയ കനവുള്ള പുസ്തകമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന ഉറപ്പൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് എൻ്റെ കുടുംബത്തെ സാമ്പത്തികമായ ഭയങ്കര പ്രതിസന്ധി. അപ്പൊ എനിക്കൊരു തോന്നലുണ്ടാവുകയാണ്, ഓ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ തോന്നാനുള്ളൊരു കാരണം, എൻ്റെ വീടിരിക്കുന്ന സ്ഥലം നോക്കട്ടെ, നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളായിട്ട് ആരോടും പറയരുത്, രഹസ്യമാണ്. മൈക്കിലൂടെ ആണേലും നിങ്ങൾ രഹസ്യമായിട്ട് വെക്കണം. ആ സ്ഥലത്തിന്റെ പേര് ചെകുത്താങ്കുഴി എന്നാണ്. നിങ്ങൾ പറയുമോ? ആ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് ചെകുത്താങ്കുഴി. അതിനകത്തൂടെ വണ്ടി പോവുകയല്ല. ഒന്നാമത്തെ കാരണം, ഒരു കൊടുസ് വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ 4 വീടേ ഉള്ളൂ, അതൊരു കുഴിയാണ്. ചെകുത്താങ്കുഴി എന്ന് വരാൻ കാരണം അവിടെ കള്ളുകുടിയുടെ കേന്ദ്രം, വാറ്റ്, കുടി ഒക്കെ. അപ്പൊ ഞാൻ ചെറിയ പ്രായത്തിലെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഏക്കമുട്ടിയ കുടിയന്മാർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏക്കമുട്ടിയ കുടിയന്മാരെ? അതിവിടെ ഒന്നുമില്ല, ഞങ്ങളുടെ നാട്ടിലുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ കുടിച്ച് 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 അവസാനം ഇത്രേ ഉണ്ടാവുള്ളൂ. അവർ ചുമക്കുന്നത് ഇങ്ങനെയായിരിക്കും, കുടിച്ച് കുടിച്ച് കത്തിച്ച് കഴിഞ്ഞവരാ, ചുമ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏക്കമുട്ടിയ കുടിയന്മാരിങ്ങനെ പോകും. ഈ കുടിച്ചു കുടിച്ച് കുടിച്ച് നടക്കുന്ന സ്ഥലമായോണ്ട് ആ സ്ഥലത്തിന്റെ പേര്, നാട്ടുകാരിട്ട പേരാണെന്ത്? ചെകുത്താങ്കുഴി. ചെകുത്താങ്കുഴി എന്നാണ് ഞാൻ അച്ഛനാകാൻ പോയത്. എന്റെ ഒരു പ്രത്യേക സമയമാണ് പുത്തകുർബാനയുടെ സമയം. പ്രാർത്ഥന കേൾക്കുകയില്ലോ. ഈ ചെകുത്താങ്കുഴി എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. അപ്പുറത്തെ വീട്ടുകാർ പോലും കേൾക്കില്ല, പിന്നെയാണ് ദൈവം കേൾക്കുന്നത്. എനിക്കങ്ങനെ തോന്നി. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ കുടുംബക്കാര് പറഞ്ഞു, എൻ്റെ വീട്ടുകാർ പറഞ്ഞു, നമ്മുടെ കുടുംബക്കാരൊക്കെ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞു. അപ്പൊ സഹായിക്കുന്നതിന്റെ അടയാളമായി എന്നോട് എൻ്റെ വീട്ടുകാർ പറയുവാണ്, നമ്മുടെ കുടുംബക്കാരെയൊക്കെ നീ തന്നെ അങ്ങ് പോയി വിളിച്ച്. അതിന്റെ കൂട്ടത്തിൽ സഹായവും പ്രതീക്ഷിച്ച് ഞാൻ. അപ്പൊ എന്നെ ഏറ്റവും വലിയ ദുഃഖം എന്നാന്ന് ചോദിച്ചാൽ, ഇന്നും അന്നും ഈ പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദുഃഖമാണ്. എനിക്ക് ദുഃഖമല്ല, എനിക്ക് ഇഷ്ടമില്ല. ഈ കൈ നീട്ടുന്ന പരിപാടി എനിക്ക് ഇഷ്ടമില്ല. ഒരു 10 രൂപ തരുമോ, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ എൻ്റെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് പോയി. പക്ഷെ എനിക്ക് കൈക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. ആരും സഹായിച്ചില്ല. പിന്നീട് ഞാൻ ഒരു ആത്മീയ തത്വം പഠിച്ചു. മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടുന്നവൻ മരിക്കുന്നവരെ കൈ നീട്ടിക്കൊണ്ട് നടക്കും. നമ്മുടെ ഈ കൈനീട്ടൽ നിൽക്കണമെങ്കിൽ നമ്മളെ ദൈവസന്നിധിയിൽ കൈ നീട്ടാൻ പഠിച്ചാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കൈ നീട്ടുന്നവന് മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ദൈവം ഒരുക്കത്തില്ല. ഹല്ലേലൂയ. അത് നിങ്ങളുടെ പറയാ, അതൊക്കെ പിന്നീട് പഠിച്ച കാര്യമാ. അതായത് നമ്മൾ മനുഷ്യനോട് ചോദിക്കുക, ഒരു നല്ല ജോലി ശരിയാക്കി തരാമോ, എനിക്കൊന്ന് വിദേശത്തേക്ക് പോകാനുണ്ടെന്ന് ശരിയാക്കണം, അതൊന്നും എങ്ങനെയാലും നിങ്ങൾ ഏർപ്പാടാക്കി തരണം, നമ്മുടെ ബന്ധുക്കൾ അവിടെ ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ശരിയാക്കണം, എന്റെ കൊച്ചിനൊരു ജോലി ശരിയാക്കണം, പ്രൊമോഷൻ ഒന്ന് ശരിയാക്കണം. ഇതിങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കും. ഇതങ്ങ് മാറ്റിയിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് കൈ നീട്ടിക്കേ. എന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഈ കൈ തിരിച്ച് നമ്മുടെ യഥാസ്ഥാനത്ത് വരുന്നതിന് മുമ്പ് നമ്മുടെ വിഷയത്തിൽ ദൈവം ഇടപെടുന്ന അനുഭവങ്ങൾ ദൈവം നമുക്ക് തരും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. നോക്കി, ദൈവം നീട്ടിയ കരങ്ങളിൽ ദൈവം അനുഗ്രഹം വച്ചു തരും, അനുഗ്രഹം വച്ചു തരും. അങ്ങനെ ഞാന് ഈ കൈ നീട്ടുന്ന പരിപാടി നിർത്തിയിട്ട് എൻ്റെ കുടുംബത്തിൽ ഒരു 10-60 ദിവസം മുമ്പുള്ള സമയത്ത് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. അന്ന് അറിയാതെയാ പ്രാർത്ഥിച്ചത്. കൈനീട്ടി പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ ഗുണം കിട്ടുമെന്ന് ഓർത്തിട്ടല്ല, കൈനീട്ടി അത് നിസ്സഹായ അവസ്ഥയിൽ പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ട, ഞാനൊരു കാര്യം കണ്ടു. കൈ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ഞാൻ കണ്ടു.
കാരണം എന്റെ കുടുംബത്തിൽ, എന്റെ ഇടവകയിൽ 485 വീട്ടുകാരുണ്ട്. എന്റെ ബന്ധുക്കൾ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും സഹായം വന്നില്ല. സഹായം വന്നത് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണെന്ന്. അത് അത്ഭുതമാണ്. അതായത് അത്ഭുതം എന്ന് പറഞ്ഞാൽ, കാസർഗോഡ് ജില്ലയിൽ താമസിക്കുന്ന ഒരു കാറ്ററിംഗുകാരൻ ഞങ്ങളുടെ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളി ബന്ധമുണ്ടാവുകയും അവരുടനെ തന്നെ ഒരു നിയോഗം പോലെ അവർ പറയുകയാണ്, അച്ഛന്റെ പുത്തൻ കുർബാനയുടെ കാര്യം ഒന്നും അച്ഛൻ അറിയരുത്, ഞങ്ങളതെല്ലാം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്ത സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടുന്ന പകുതി സമയം നമ്മൾ ദൈവസന്നിധിയിൽ കൈനീട്ടിയാൽ നമ്മുടെ ആവശ്യത്തിൽ അധികമുള്ള കാര്യങ്ങൾ ദൈവം നമ്മുടെ കയ്യിൽ വച്ചു തരും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ കൈനീട്ടിയാൽ മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല. പറഞ്ഞേ ഹല്ലേലൂയ.